ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു SBI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സിംപ്ലി ക്ലിക്കോ സിംപ്ലി സേവോ അല്ലെങ്കിൽ BPCL കാർഡൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇപ്പോൾ റുപ്പേ വിരലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റൂട്ടാ. നമുക്ക് അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ പോകുന്നു. ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കൺവേർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ കുറേ പേര് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കസ്റ്റമർക്കാർക്ക് വന്നിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ സ്റ്റെപ്സും സംഭവങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി കൺവേർട്ടർ റിക്വസ്റ്റ് കൊടുത്തില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കിയുള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ 3 കാർഡുകളുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഇരിക്കും, നമ്മുടെ മെയിൻ ചാനലൊക്കെ നമ്മൾ അതിൽ അൺബോക്സിംഗ് സംഭവം കിട്ടതാണ്. എൻ്റെ SBIയുടെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതിന് ആക്ച്വലി റുപ്പേ വരുന്നില്ല, അത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് സിംപിൾ ക്ലിക്ക് ഉണ്ട്, നമ്മുടെ BPCL കാർഡ് ഉണ്ട്. ഇപ്പോൾ 3 കാർഡാണ് നോർമലി SBI കാർഡ് കൊടുക്കുക. അതും മിക്ക ആൾക്കാർക്കും 90% ആൾക്കാർക്കും സെപ്പറേറ്റ് ലിമിറ്റ് ആയിരിക്കും ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ ഇതുപോലെ തന്നെ കൺവേർട്ട് ചെയ്യുമ്പോൾ റുപ്പേ വരേണ്ടി വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് പിന്നെയും ചിലപ്പോൾ ഈ എന്താ പറയുക ആനുവൽ ഫീസ് അല്ലെങ്കിൽ ജോയിൻറ്റ് ഫീസ് അടക്കേണ്ടി വരുന്ന ഒരു ഇഷ്യൂ ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം കൺവേർട്ട് ചെയ്യാട്ടോ. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സിലേക്ക് ഇപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസും കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് ഉൾപ്പെടുന്നതാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ GHH വേൾഡ് കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ പുതിയ ചാനലാണ്. അപ്പോൾ അതിൽ നമ്മൾ ടെക്നിക്കൽ ന്യൂസും ഫൈനാൻഷ്യൽ ന്യൂസുകളും ഗാഡ്ജറ്റ് കമ്പാരിസണും അങ്ങനത്തെ മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവമൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. മറക്കണ്ട കേട്ടോ, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്കും ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി ഒരു നമ്മുടെ സിമ്പിൾ ക്ലിക്ക് കാർഡോ സിംപ്ലി സേവോ അല്ലെങ്കിൽ BPCL കാർഡൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഓരോ കസ്റ്റമർക്കാരനെ കോൺടാക്ട് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഒരു ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഇമെയിൽ അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്വിറ്ററിൽ അയക്കുക. ട്വിറ്ററിൽ അങ്ങനെ ഒരു പെട്ടെന്ന് റിപ്ലൈ ചെയ്യും. ഞാൻ ആക്ച്വലി ട്വിറ്ററിലാണ് കോൺടാക്ട് ചെയ്തത്. ഞാൻ ട്വിറ്ററിൽ മെസ്സേജ് ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്താ കുറേ പേർക്ക് സംശയം ഉണ്ടാക്കി എന്താ മെസ്സേജ് ചെയ്യേണ്ടത്. സിമ്പിളാട്ടോ, നമ്മൾ വലിയ എന്താ പറയുക അതിന് ഇങ്ങനത്തെ ഫോർമാറ്റിൽ അയക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് സിമ്പിൾ അയച്ചാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഇതിലെൻ്റെ നമ്പർ ഉണ്ട്, അതാണ് കുഴപ്പം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പബ്ലിക് ട്വീറ്റ് ഇടാം, അല്ലെങ്കിൽ അവരുടെ ഓൺ മെസ്സേജ് ആയിട്ട് ഇടാം. ഞാൻ മെസ്സേജ് കാണിച്ചു തരാം. എന്താ വെച്ചാൽ മറ്റേ എൻ്റെ നമ്പർ വരുന്നുണ്ട്, മെയിൻ നമ്പർ വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഇത് ഇതായി കഴിഞ്ഞാൽ എനിക്ക് പുലിവാല. ഇതാ, നമുക്ക് ഇങ്ങനെ ഒരു ട്വീറ്റ് ഇട്ടാൽ മതി. ഇപ്പോൾ ട്വീറ്റ് ഇടാൻ അറിയാത്തവർക്ക് ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. കുറേ പേര് നമ്മൾ ചോദിക്കുന്നത് എങ്ങനെ ചെയ്യുക. ഞാൻ നെറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ചൊക്കെയാണ്, അപ്പോൾ ചിലപ്പോൾ ഒരു ഇഷ്യൂ വരും. ഇവിടെ ഒരു ഹെമ്പൗണ്ട് അടിക്കുക, അതിൽ കയറുക, @ അടിക്കുക, SBI സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ വരും അത് SBI കാർഡ്സ്. അതിപ്പോൾ നെറ്റിലെ തരാൻ വരാത്തേട്ടാ. SBI കാർഡ്സ് അടിക്കുക, ജസ്റ്റ് ഇങ്ങനെ എഴുതുക. ജസ്റ്റ് ഐ വാണ്ട് ടു കൺവേർട്ട് മൈ SBI കാർഡ്, ഏത് കാർഡാണോ അത് ടു റുപ്പേ വേരിയൻറ്റ്, കൈൻഡ്ലി കോൺടാക്ട് മീ എന്നൊരു മെസ്സേജ് ഇടുക. അപ്പോൾ ഒരു റിപ്ലൈ തരും. നമ്മുടെ ഫോൺ നമ്പർ DM ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് റിപ്ലൈ ചെയ്യും. അത് പബ്ലിക്കലി ചെയ്യരുത്, അവർ ഡയറക്റ്റ് നമ്മുടെ മെസ്സേജിൽ പോയി ചെയ്യണം കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിക്കതും 1 മണിക്കൂറിനുള്ളിൽ തന്നെ കോൾ വരും. എനിക്ക് ഒരു ആക്ച്വലി 1/2 മണിക്കൂറായപ്പോഴേക്കും കോൾ വന്നു. അപ്പോൾ കോൾ വന്ന് നമ്മളോട് ചോദിക്കാം നമുക്ക് ഏത് കാർഡിലാണ് വേണ്ടത്, മൾട്ടിപ്പിൾ കാർഡ്സ് ഉണ്ടെങ്കിൽ ഏത് കാർഡിലാണ് വേണ്ടത്, നമുക്ക് അതിൽ ഓഫർ ഉണ്ടോ എന്ന് നോക്കട്ടെ, ചെക്ക് ചെയ്യാൻ നോക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ മെസ്സേജ് അയക്കും. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും. ഞാൻ ആക്ച്വലി ഇത് കൺവേർട്ട് ചെയ്യാൻ കൊടുത്തിട്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആവശ്യമില്ല, ജസ്റ്റ് നമ്മൾ വീഡിയോ പർപ്പസിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നുകൊണ്ട്, ഡിയർ SBI കാർഡ് ഹോൾഡർ, വി റിഗ്രറ്റ് ടു ഇൻഫോം യുവർ റിക്വസ്റ്റ് ടു അപ്ഗ്രേഡ് യുവർ ക്രെഡിറ്റ് കാർഡ് കനോട്ട് ബി പ്രോസസ്ഡ്. ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ആവശ്യമില്ല റുപ്പേ വരേണ്ട. കുറേ റുപ്പേ വരേണ്ട ആയി കഴിഞ്ഞാൽ UPIയിൽ കാശ് പോകണ വഴി അറിയില്ല. അതിലൊരു നെഗറ്റീവ് ഞാൻ ഇപ്പോൾ ഓൾറെഡി വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എൻ്റെ കാണാത്ത പോയി കണ്ടു നോക്കുക. UPI ക്രെഡിറ്റ് കാർഡ് കുറേ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകണ വഴി അറിയില്ല കേട്ടോ. അത് വേറെ മെയിൻ പ്രശ്നമാണ് അതിപ്പോൾ. അപ്പോൾ ഞാൻ അത് കൺവേർട്ട് ചെയ്തില്ല, ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സുഖമായിട്ട് നമ്മുടെ SBI ക്രെഡിറ്റ് കാർഡ് ഈ റുപ്പേ വേരിയൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷെ അത് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ എല്ലാ കാർഡിനും നമുക്ക് റുപ്പേ വേരിയൻറ്റ് ഇല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SBIയുടെ ക്യാഷ് ബാക്ക് കാർഡിനൊന്നും റുപ്പേ വേരിയൻറ്റ് ഇല്ല. ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചിട്ടുണ്ടാകും വിചാരിക്കുന്നത്, വെറുതെ ടൈം വേസ്റ്റ് ആവും. ഇനിയിപ്പോൾ കുറച്ച് പേർക്ക് ചിലപ്പോൾ കാണണമെന്നുണ്ടായിരിക്കും കാർഡ്. അപ്പോൾ എല്ലാ കാർഡിനും ഇതുപോലെ തന്നെ റുപ്പേ വേരിയൻറ്റ് ഇല്ല. അപ്പോൾ ഈ കാർഡിൽ തന്നെ റുപ്പേ വേരിയൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഇവരെ കുഴപ്പം എന്താ വെച്ചാൽ ഇതിനാണെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ സിമ്പിളുകൾക്ക് വരുന്നത്. ഇപ്പോൾ ഇതിൽ ഫ്രണ്ടിലാണ്, അപ്പോൾ ഇത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ എല്ലാ കാർഡിനും ഇത് വരില്ല. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ക്യാഷ് ബാക്ക് കാർഡ് എന്ന് പറയുന്നത് ഒരു എൻട്രി ലെവൽ കാർഡല്ല. 999 ചാർജ് വരുന്നൊരു ആനുവലി ജോയിൻ ചാർജ് വരുന്ന ഒരു എന്താ പറയുക ഒരു മിഡിൽ കാറ്റഗറിയിൽ വരുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റുപ്പേ ക്യാഷ് ബാക്ക് കാർഡ്. ഇപ്പോൾ ഇതിൽ വിസ വേരിയൻറ്റ് മാത്രമേ തന്നെ ഉള്ളൂ, റുപ്പേ വേരിയൻറ്റ് ഇല്ല. ഇതിൻ്റെ റുപ്പേ വേരിയൻറ്റ് വേണമെന്ന് ക്വാണ്ടിറ്റി എടുത്തിട്ട് കാര്യമില്ല, എന്നുവെച്ചാൽ അത് കിട്ടില്ല. അപ്പോൾ ഏതൊക്കെ കാർഡിനാണ് റുപ്പേ വേരിയൻറ്റ് ഉള്ളത് ആ കാർഡിന് മാത്രം നമുക്ക് റുപ്പേ വേരിയൻറ്റ് കിട്ടുള്ളൂ, എല്ലാ കാർഡിനും കിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ചുമ്മാ ഇത് ഈ കാർഡിന് എനിക്കിത് വേണമെന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ആ കാർഡിന് ആ വേരിയൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ആ വേരിയൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് നോട്ടീസ് വെക്കാൻ മറക്കണ്ട, ഏത് ബാങ്ക് ആയിക്കോട്ടെ കേട്ടോ.
അപ്പോൾ അത് നമ്മൾ പറഞ്ഞത് മാത്രമല്ല എന്ന് വെച്ചാൽ കുറേ പേര് നമ്മൾ ചോദിക്കാൻ ക്യാഷ് ബാക്കിൻ്റെ റുപ്പേ വരുന്നുണ്ടോ, കുറേ പേർക്ക് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് നോർത്തിൽ, ഇതിൻ്റെ റുപ്പേ വരുന്നുണ്ട് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു കാർഡേ ഇല്ല പിന്നെ ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്കൊന്ന് ഷെയർ ചെയ്യുക. അടുത്ത കാണാം.